ബ്രെയിൻടെക്കിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് മാട്രിസസ് ആണ്. അപ്പം മാട്രിസസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് മാട്രിക്സ് മൂവി വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ഒരു മൂവിയിൽ നിന്നാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ വാക്ക് ആദ്യമായിട്ട് കേട്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന ഒരു സംഗതിയാണ്. മെട്രിക്സ് എഡിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, മെട്രിക്സ് സബ്ട്രാക്ഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ മെട്രിക്സിന്റെ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഹൈസ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ മെട്രിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ ഈ സെഷനിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ അജണ്ട ഒന്ന് നോക്കാം. ഒന്ന്, ഇൻട്രൊഡക്ഷൻ ടു മെട്രിസസ്. അപ്പൊ എന്താണ് മെട്രിസസ്, എന്താണ് മെട്രിസസിന്റെ പൊതുവായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യത്തെ ഭാഗം നമ്മൾ കവർ ചെയ്യുന്നത്. പക്ഷെ രണ്ടാമത്തത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. മെട്രിക്സ് ഇൻ റിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും മെട്രിക്സ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് മെട്രിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ സെഷനിൽ കാണാൻ പോകുന്നത്. രണ്ടാമത്തെ സെഷൻ ഒരുപക്ഷെ നിങ്ങൾ സ്കൂളിലൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ യു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞു മാട്രിസസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിൽ വരുന്നത് ആ മൂവിയാണ് അല്ലെ. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ആ പേര് കൊടുത്തത്. കാരണം എന്താണ് മാട്രിസസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഘടകം ആ സിനിമയിൽ എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതിൽ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ പേരായിട്ടാണ് മാട്രിക്സ് വരുന്നത്. എന്തുകൊണ്ട് ആ സിസ്റ്റത്തിന് ആ പേര് കൊടുത്തു എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയിട്ടുള്ള കാര്യം മാത്രമായിരിക്കും. കാരണം ആ മൂവി പല രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന തന്നെ രീതിയിൽ തന്നെ ആയിക്കോളണമെന്നില്ല. പക്ഷെ എനിക്കിതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ആ മൂവിക്ക് ആ പേര് നൽകി എന്നുള്ളതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ അത് അവസാനം ഡിസ്കസ് ചെയ്യുന്നത്. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം നമ്മളൊരു എക്സ് കോർഡിനേറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു വൈ കോർഡിനേറ്റ് കൊടുത്തിട്ടുണ്ട്, രണ്ട് ലൈൻസ് ഉണ്ട്, ഗ്രീൻ ലൈനും ഉണ്ട്, ബ്ലൂ ലൈനും ഉണ്ട്. അതിന്റെ ഇക്വേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ബേസിക്കലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്താണെന്നുള്ളതാണ്. അതിന്റെ വാല്യൂസ് എന്താണ്, എക്സിന്റെ വില എന്താണ്, വൈന്റെ വില എന്താണ്, ഇതാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലൈൻസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻസിനെ, ലൈനിന്റെ ഇക്വേഷനെ നിങ്ങൾക്ക് y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാവുന്നതും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. y ഈക്വൽ ടു mx പ്ലസ് c. ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവന്നതാണ്. എന്നിട്ട് അതിന്റെ സ്ലോപ്പ് എന്താണ്, അതിന്റെ y ഇന്റർസെപ്റ്റ് എന്താണെന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ മുന്നേ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷന്റെയും നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. ഇവിടെ ഈ രീതിയിൽ എഴുതേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് പഠിച്ചതൊന്ന് ഓർക്കുക എന്നുള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ എഴുതിയതാണ്. നമുക്ക് വേണ്ട ഇക്വേഷൻസ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 3x പ്ലസ് 4y ഈക്വൽ ടു -5 ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2x മൈനസ് 3y ഈക്വൽ ടു 8. ഇതിനെ നമുക്ക് സ്ലൈറ്റ്ലി ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, ഈ എക്സിന്റെയും വൈന്റെയും മുന്നിൽ എഴുതിയ നമ്പേഴ്സിനെ നമുക്ക് കോഎഫിഷ്യൻസ് എന്ന് വിളിക്കാം. അതിനെ കോഎഫിഷ്യൻസ് എന്നാണ് വിളിക്കുക. അപ്പൊ ആ കോഎഫിഷ്യൻസിനെ ഞാൻ മാറ്റി ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാക്കി എഴുതി. മൾട്ടിപ്ലൈഡ് ബൈ എക്സ് വൈനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. അതെന്റെ കോർഡിനേറ്റ്സ് ആണ്. ഈക്വൽ ടു എന്താണോ എനിക്ക് കിട്ടേണ്ടത് അതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വേറൊരു കേർലി ബ്രാക്കറ്റിൽ എഴുതി. ഇങ്ങനെ നമ്മൾ നമ്പേഴ്സ് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്പേഴ്സ് എഴുതുമ്പോൾ ഇതിനെന്തുണ്ടാവും, റോസും കോളംസും ഉണ്ടാവും അല്ലെ. ഹൊറിസോണ്ടലി നമ്മൾ കൗണ്ട് ചെയ്യുന്നതാണ് റോ എന്ന് പറയുന്നത്, വെർട്ടിക്കലി നമ്മൾ കൗണ്ട് ചെയ്യുന്നതാണ് കോളം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആദ്യത്തെ മെട്രിക്സിന് 2 × 2 അതായിരിക്കും അതിന്റെ ഡയമെൻഷൻ. കാരണം അതിന് 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട് അല്ലെ. സിമിലർലി നമ്മൾ എക്സ് വൈനെ നമ്മൾ പലപ്പോഴും പറയുക കോളം വെക്ടർ എന്നാണ്. ഓക്കെ, കോളം എന്ന് പറയാൻ കാരണം അതിൽ കോളം മാത്രമേ ഉള്ളൂ, റോസ് ഇല്ല. വെക്ടർ എന്ന് പറയുന്നത് അതിനൊരു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളത് കൊണ്ടാണ്. അല്ലെ, എക്സും വൈ എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും കോർഡിനേറ്റ്സ് ആണ്, അത് ഡയറക്ഷനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് എഴുതിയതിനെ നമുക്ക് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം.
ഓക്കെ, അപ്പൊ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റെഡ് സർക്കിൾ ഇട്ടേക്കുന്നതാണ്, അതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് വിളിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന്റെ ഡയമെൻഷനെ കുറിച്ച്. അപ്പൊ ഒരു മെട്രിക്സിന് നമ്പേഴ്സ് റോ ആൻഡ് കോളം ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഈ മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 × 2 ആണ്. കാരണം ഈ ആദ്യത്തെ 2 റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ റോയുടെ നമ്പറും രണ്ടാമത്തെ 2 റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ കോളത്തിന്റെ നമ്പറുമാണ്. സിമിലർലി നിങ്ങൾക്ക് മറ്റ് വെക്ടേഴ്സിനും കാണാം ഇതുപോലെ ഡയമെൻഷൻസ് നമ്മൾ കൊടുത്തേക്കുന്നതായിട്ട്. അപ്പൊ എന്താണ് മെട്രിക്സ്? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ അറേ ആണ്, അല്ലെങ്കിൽ ഒരു ടേബിൾ ഓഫ് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് തന്നെ ആയിക്കോളണമെന്നില്ല, സിമ്പിൾസ്, എക്സ്പ്രഷൻസ്. എന്തിനേയും ഒരു റോയും കോളം എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. അതിന്റെ പ്ലൂറൽ ഫോം ആണ് മാട്രിസസ്. ഇങ്ങനെ എഴുതിയോണ്ട് എന്താ കാര്യം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചോദിക്കേണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മെട്രിക്സ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. എന്തിനാണെന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോൾ വാട്ട് എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് അത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചോദിക്കേണ്ട അടുത്ത ക്വസ്റ്റ്യൻ വൈ ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? ഞാൻ ആ ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും, AX = B. ഓക്കെ, ഇതിൽ A എന്ന് പറയുന്നത് നമ്മുടെ മാട്രിസസ് ആണ്, X എന്ന് പറയുന്നത് കോളം വെക്ടർ ആണ്, B എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് വെക്ടേഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ A എന്ന് പറയുന്നത് നമ്മുടെ 2 × 2 മാട്രിക്സ് ആണ്. ഓക്കെ, X എന്ന് പറഞ്ഞാൽ ഈ X-നെയും Y-നെയും കൂടി സൂചിപ്പിച്ചും കൊണ്ട് ക്യാപിറ്റൽ X-ൽ എഴുതിയെന്നുള്ളൂ. 5-നെയും 8-നെയും കൂടി റെപ്രസെന്റ് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ B-യിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആ തോന്നുന്നു. നമ്മൾ ആകെ ചെയ്തത് ഇതിനൊന്ന് ജനറലൈസ് ചെയ്ത് എഴുതി. ഇനി നമ്മുടെ ഉദ്ദേശം എന്താണ്? XY കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഈ ഇക്വേഷനിൽ XY-നെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ X ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ X എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ കൊടുത്തേക്കുന്നത് X = A × B. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ A എന്ന് പറയുന്നത് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇക്വേഷന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തുമ്പോൾ എന്താവുന്നു, A ഇൻവേഴ്സ് ആവുന്നു. അത് B-നോട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും X എന്ന് പറയുന്നത്. സോ നമുക്ക് X-ന്റെയും Y-ന്റെയും വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ മൾട്ടിപ്ലൈയിങ് ദ ഇൻവേഴ്സ് ഓഫ് ദ A മെട്രിക്സ് ബൈ ദ B മെട്രിക്സ്. ഓക്കെ, B മെട്രിക്സിനോട് A-ന്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതായിരിക്കും X എന്ന കോളം വെക്ടർ. എനിക്കറിയാം നിങ്ങൾക്ക് A ഇൻവേഴ്സ് അത്ര ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല എന്താന്നുള്ളത്. നമ്മൾ അതിന്റെ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അവസാനം ഈ സെഷന്റെ അവസാനം കൊടുക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഒരു നമ്പറിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് 8-ന്റെ റെസിപ്രോക്കൽ എന്താന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാം? 1/8, അല്ലെ? അപ്പൊ 8-നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 1 കിട്ടുമോ അതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ ഓഫ് എ നമ്പർ എന്ന് പറയുന്നത്. സിമിലർലി ഒരു A എന്നൊരു മാട്രിക്സിന്റെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണോ അതിന്റെ യൂണിറ്റ് മാട്രിക്സ് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ A ഇൻവേഴ്സ് എന്ന് പറയുക. ഇതിൽ യൂണിറ്റ് മാട്രിക്സ് അല്ലെങ്കിൽ അതിന് ഐഡന്റിറ്റി മാട്രിക്സ് എന്നാണ് പൊതുവെ പറയുന്നത്. ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 1. ഓക്കെ, ഇത് 2 × 2 ഡയമെൻഷൻ ആവുകൊണ്ടാണ് ഇങ്ങനെ. 3 × 3 ഡയമെൻഷൻ ആണെങ്കിൽ ഇത് എങ്ങനെ വരും? 1 0 0 0 1 0 0 0 1 എന്ന് വരും. അപ്പൊ എത്രത്തോളം അതിന്റെ ഡയമെൻഷൻസ് ഉണ്ടോ അത്രയും ഡയമെൻഷനിൽ ഡയഗണലി മെയിൻ ഡയഗണൽ എലിമെന്റ്സ് 1-ഉം ബാക്കി നോൺ ഡയഗണൽ എലിമെന്റ്സ് 0 ആയിരിക്കും. അങ്ങനത്തെ മെട്രിക്സിനെയാണ് നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണെന്നുള്ളത് നമുക്ക് ഇപ്പം അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ സെഷന്റെ അവസാനം നമ്മൾ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് വരും എന്താണ് ഈ ഇക്വേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമ്മളത് അഡ്രസ് ചെയ്യുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് 2 × 2 മാട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ താഴെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ABCD ആണ് നിങ്ങളുടെ മാട്രിക്സിലെ എലിമെന്റ്സ് എങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 / AD - BC × D - B - C - A. ഓക്കെ, ഇതാണ് അതിന്റെ ഇക്വേഷൻ കൊടുത്തേക്കുന്നത്. എന്താണ് ഈ ഇക്വേഷൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം. കാരണം കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞാലേ നമുക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. തൽക്കാലം ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ എങ്ങനെയാണോ സ്കൂളിൽ നിങ്ങൾ ചെയ്തത് ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ തൽക്കാലം ഇപ്പൊ അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇതിൽ AD - BC നെയാണ് നമ്മൾ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മെട്രിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. തൽക്കാലം നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾ എന്താ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 / AD - BC ഇതിലെ ഡയഗണൽ എലിമെന്റ്സ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, AD എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഡയഗണലും BC എന്ന് പറയുന്നത് സെക്കൻഡ് ഡയഗണലുമാണ്, അല്ലെ? അതുപോലെ തന്നെ ഈ മാട്രിക്സിന്റെ ഉള്ള എലിമെന്റ്സിനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു റീഅറേഞ്ച്മെന്റ് ആണ് ചെയ്തേക്കുന്നത്. ഓക്കെ, AD എന്നുള്ളതിന് പകരം DA തിരിച്ചിട്ടു. ഓക്കെ, ഡയഗണൽ എലിമെന്റ്സിന്. ഓഫ് ഡയഗണൽ എലിമെന്റ്സിനെ നിങ്ങൾക്ക് കാണാം
ബി സി എന്നുള്ളതിന് നമ്മൾ ചിഹ്നം മാറ്റി കൊടുത്തു, -b -c. അത് മാറ്റിയിട്ടില്ല, പക്ഷെ അതിന്റെ ചിഹ്നം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്താണ് ഇതിന്റെ മീനിങ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും. അപ്പൊ തൽക്കാലം ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. ഈ ഇക്വേഷനിൽ നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് XY കണ്ടുപിടിക്കാനാണ്. അതിന് ഞാൻ പറഞ്ഞു നമ്മൾ A ഇൻവേഴ്സ് B ആണ് ചെയ്തേക്കുന്നത്. അപ്പം 3 4 2 - 3യുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് നമ്മുടെ യൂണിറ്റ് വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ കിട്ടുന്നതാണ് നമ്മുടെ എക്സിന്റെയും വൈന്റെയും വില എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന നമ്മൾ ഇക്വേഷൻ കണ്ടു. നിങ്ങൾ താഴെ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. ഓക്കെ, അതേ ഇക്വേഷൻ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ഇൻവേഴ്സ് മെട്രിക്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അതും ഒരു 2x2 മെട്രിക്സ് തന്നെയാണ്. ഇതേ മെട്രിക്സ് നിങ്ങളുടെ ഇനീഷ്യൽ മെട്രിക്സ് ആയ എനോട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. അതാണ് നമ്മൾ മുന്നേ കണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, XY എന്ന് പറയുന്നത് നമ്മൾ A ഇൻവേഴ്സ് B എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കുന്നു. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് 1 - 2 എന്നുള്ള വാല്യൂ കിട്ടുന്നു. ഓക്കെ, അപ്പൊ എക്സിന് 1 എന്നും വൈന് -2 എന്നും കിട്ടുന്നു. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക? കാരണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ നമ്മൾ നടത്തുന്നുണ്ട് അല്ലെ. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ മാത്സിന്റെ ടെർമിനോളജിയിൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയാം. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ് എന്നാണ് പറയുക. ഓക്കെ, അതെന്താണെന്ന് കാണാം. ഉദാഹരണത്തിന് ഇവിടെ 2 മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതൊരു ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു മെട്രിക്സ് ആണ് എടുത്തേക്കുന്നത്. ആദ്യത്തേൽ ഒരു 2x3 മെട്രിക്സ് ഉണ്ട്, രണ്ടാമത്തേൽ ഒരു 3x2 മെട്രിക്സ് ഉണ്ട്. എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ആദ്യത്തെ മെട്രിക്സിന്റെ റോ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സിമിലർലി രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളം, ഇത് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ആദ്യത്തെ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നോക്കാം, ആദ്യത്തെ മെട്രിക്സിന്റെ റോ എന്ന് പറയുന്നത് 1 2 3 ആണ്. അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു വിത്ത് രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളം ആയിട്ട്, അതാണ് 7 9 11. അപ്പൊ ഈ ഡോട്ട് പ്രോഡക്റ്റ് എന്താ ശരിക്കും ചെയ്യുന്നത്, ആദ്യത്തെ എൻറ്റിറ്റീസിനെ ഓരോ എൻറ്റിറ്റീസിന്റെ അതിന്റെ പൊസിഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 1 × 7 അല്ലെ, ആദ്യത്തെ 2 എൻറ്റിറ്റീസ് ആണ് 1 × 7 പ്ലസ് 2 × 9 ഓക്കെ പ്ലസ് 3 × 11. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമ്മൾ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ എൻറ്റിറ്റിക്കും ഒരു പൊസിഷൻസ് ഉണ്ട് അല്ലെ, ആ പൊസിഷൻ വെച്ച് അതേ പൊസിഷനിൽ വരുന്ന നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൊത്തത്തിൽ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് 58 ആയിരിക്കും. സിമിലർലി രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ എൻറ്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ മെട്രിക്സിന്റെ ആദ്യത്തെ റോ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക എന്തുമായിട്ട്, രണ്ടാമത്തെ മെട്രിക്സിന്റെ രണ്ടാമത്തെ കോളമായിട്ട്. ഇപ്പൊ ഇവിടെ 1 2 3 ആണ് ആദ്യത്തെ മെട്രിക്സിന്റെ ആദ്യത്തെ റോ, രണ്ടാമത്തെ മെട്രിക്സിന്റെ രണ്ടാമത്തെ കോളം എന്ന് പറയുമ്പോൾ 8 10 12 ആണ്. ഇപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 1 × 8 പ്ലസ് 2 × 10 പ്ലസ് 3 × 12 ഓക്കെ, ഇപ്പൊ 64 എന്ന് കിട്ടും. അപ്പൊ മാട്രിക്സിന്റെ ഈ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പെന്നും പേപ്പറും എടുത്ത് എഴുതി നോക്കുക. ഇത് ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നില്ല എന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ ദയവേദിട്ട് ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഈ രീതിയിൽ എഴുതുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇനിയും നമുക്ക് 2 പൊസിഷനും കൂടി ഫില്ല് ചെയ്യാനുണ്ട്. അത് ഇതേപോലെ തന്നെ ഡിറ്റോ നിങ്ങൾ സെയിം ചെയ്യുക. അപ്പൊ ഇനി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മെട്രിക്സിന്റെ രണ്ടാമത്തെ റോ എടുക്കുക അല്ലെ, അത് രണ്ടാമത്തെ മെട്രിക്സിന്റെ ആദ്യത്തെ കോളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ മൂന്നാമത്തെ എൻറ്റിറ്റി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാലാമത്തെ എൻറ്റിറ്റി കിട്ടും. അതിന്റെ ഇക്വേഷൻസ് ആണ് താഴെ കൊടുത്തേക്കുന്നത്, നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫൈനലി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 58 64 139 154 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുക. വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ഡയമെൻഷൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ നോക്കുക, ആദ്യത്തെ മെട്രിക്സിന്റെ ഡയമെൻഷൻ 2 × 3 ആണ്. എന്ന് വെച്ചാൽ 2 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ മെട്രിക്സിന്റെ ഡയമെൻഷൻസ് 3 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, ആദ്യത്തെ മെട്രിക്സിന്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോവും ഈക്വൽ ആണ്. എങ്കിൽ മാത്രമേ ഈ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവും. അതാണ് റൂൾ നമ്പർ 1. അതങ്ങനെയല്ല വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. രണ്ടാമത് നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഡയമെൻഷൻ ആണ് അല്ലെ, അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 × 2 ആണ്. അത് എവിടുന്ന കിട്ടിയത്, ആദ്യത്തെ മെട്രിക്സിന്റെ റോ പ്ലസ് രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളം. ഓക്കെ, അങ്ങനെയാണ് 2 × 2 കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതും രണ്ടാമത്തെ റൂളാണ്. കാരണം നിങ്ങൾ ഏതൊരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോഴും കിട്ടുന്ന മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്
ആദ്യത്തെ മെട്രിക്സിന്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളവും കൂടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ. ഇതേ കോൺസെപ്റ്റ് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവരാം. നമ്മൾ 1 - 2 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ A ഇൻവേഴ്സ് ബിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ടത് എന്താണ്? ആദ്യത്തെ മെട്രിക്സിന്റെ റോ ഇൻറ്റു രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളം. രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളം എന്ന് പറയാൻ ആകെ ഒരു കോളം ഉള്ളൂ. അപ്പം വളരെ എളുപ്പമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ കാൽക്കുലേഷനും വളരെ എളുപ്പമാണ്. നമുക്ക് അവസാനം എത്താൻ പോകുന്നത് എന്തായിരിക്കും? 2 × 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും. 2 എന്ന് പറയുന്നത് ആദ്യത്തെ മെട്രിക്സിന്റെ റോ ഡയമെൻഷൻസ്, 1 എന്ന് പറയുന്നത് രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളം ഡയമെൻഷൻ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 2 × 1 എന്നുള്ള ഡയമെൻഷനിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്താണ് കിട്ടാൻ പോകുന്ന മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്നുള്ളത്. അങ്ങനെ നമ്മൾ XY എന്താണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇതെന്താണ് നമ്മളോട് പറയുന്നത്? നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തത് എന്തിനാണ്? ഈ ഒരു ആക്ടിവിറ്റി നമ്മളോട് പറയുന്നത് മെട്രിക്സ് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെ, ഇതൊരു ലീനിയർ ഇക്വേഷൻസ് ആണ്. അല്ലെ, 2 ഇക്വേഷൻ ഉണ്ട്, 2 അൺനോൺ ഉണ്ട്. എക്സും വൈയും നമ്മുടെ അൺനോൺ ആയിരുന്നു. അപ്പൊ അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നേരെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. പക്ഷെ മെട്രിക്സ് വെച്ചിട്ടും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് റെഡ് ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ ആദ്യത്തെ ചോദ്യം, അതിന്റെ വില എന്ന് പറയുന്നത് x1 ഉം y -2 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ച, അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ +2 ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. എങ്ങനെയാണ് മെട്രിക്സ് ശരിക്കും ഉപകാരപ്പെടുന്നത്? അല്ലെ, ഒരുപാട് ആപ്ലിക്കേഷനിൽ മെട്രിക്സ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ മെട്രിക്സിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഏതെങ്കിലും ഒരു സിലബസിന് രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ നിങ്ങളുടെ ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് ഈ കാര്യം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങളൊരു കോർഡിനേറ്റ് സങ്കല്പിക്കാം. ഓക്കെ, നിങ്ങൾ വേറൊരു കോർഡിനേറ്റ് സിസ്റ്റം സങ്കല്പിക്കുക. ഇതിന് ഞാൻ x1 y1 എന്ന് കൊടുത്തിട്ടുണ്ട്, കാരണം ഈ കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആണിത്. ഇനി ഈ കോർഡിനേറ്റ്, ആദ്യത്തെ കോർഡിനേറ്റും രണ്ടാമത്തെ കോർഡിനേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന്റെ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ മുകളിൽ കൊടുത്തേക്കുന്നത്. ഇക്വേഷൻ എന്താണ് നമ്മളോട് പറയുന്നത്? A എന്ന മെട്രിക്സ്, ഓക്കെ, A എന്ന മെട്രിക്സ് എന്താണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, 3 0 0 4. ഓക്കെ, ഈ ഒരു മെട്രിക്സ് ഈ ക്യാപിറ്റൽ X എന്ന് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ കോർഡിനേറ്റ് സിസ്റ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് എന്താണോ അതാണ് x1 എന്ന് പറയുന്നത്. x1 എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കോർഡിനേറ്റ്സിലെ പോയിന്റ്സ് ആണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ക്യാപിറ്റൽ X എന്ന് പറയുന്നത് ആദ്യത്തെ നിങ്ങൾ വെള്ള കളറിൽ കാണുന്ന കോർഡിനേറ്റ്സിന്റെ പോയിന്റ്സ് ആണ്. അപ്പൊ അത് 1 2 എന്നോ 2 1 എന്നോ, കാരണം X എന്ന് ക്യാപിറ്റൽ ഇട്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, ക്യാപിറ്റൽ X നമ്മൾ ഇടുന്നുണ്ടെങ്കിലും അതിനൊരു സ്മോൾ x ആൻഡ് സ്മോൾ y വാല്യൂസ് ഉണ്ട്. അല്ലെ, 1 2 ഏതെങ്കിലും ഒരു പോയിന്റ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ X എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു, ഈ വെള്ള ഗ്രാഫിൽ കാണുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ആണ്. അതിനെ ഈ ഒരു മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതായിരിക്കും നമ്മൾ ഈ സെക്കൻഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അതിനെ ഞാൻ ക്യാപിറ്റൽ x1 എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം ക്യാപിറ്റൽ x1 എന്ന് പറയുന്നത് ഇതിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, അത് കിട്ടുന്നത് ഈ ഒരു പോയിന്റിനെ A എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വിലയാണ്. പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ ആ എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു ഉദാഹരണം എടുക്കുക. XY എന്ന് പറയുന്നത് 0 1 ആണ്. അതായത് 0 1 എന്നുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അല്ലെ, x 0 ആയിട്ടും, അപ്പം ഞാൻ കോർഡിനേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ, x 0 ആയിട്ടും y 1 ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾ സങ്കല്പിക്കുക. ആ പോയിന്റ് ഞാൻ റെഡ് ഡോട്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു റെഡ് ഡോട്ടിനെ ഈ കോർഡിനേറ്റിലേക്ക് കൊണ്ടുവന്നാൽ എവിടെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഈ A എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഡോട്ട് പ്രോഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. റോയും കോളും തമ്മിലുള്ള നേരത്തെ ചെയ്ത് അതേ എക്സസൈസ് ചെയ്യുക. അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പോയിന്റുകൾ കിട്ടും, x1 y1. അത് ഈ ഒരു കോർഡിനേറ്റിലെ പോയിന്റ്സ് ആണ്. നിങ്ങളത് ഈ കോർഡിനേറ്റിൽ മാർക്ക് ചെയ്യുക. സോ x1 y1 എന്ന് പറയുന്നത് 0 4 ആണ്. അപ്പൊ ഇവിടെ 0 1 എന്നുള്ള പോയിന്റിനെ നമ്മൾ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് 0 4 ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി നമ്മൾ രണ്ടാമതൊരു പോയിന്റ് എടുക്കുക, x = 1 y = 0. അങ്ങനെയെങ്കിൽ ഇതേ പ്രോസസ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ പോയിന്റ് x1 = 3 y1 = 0 എന്ന് പറയുന്ന ഒരു പോയിന്റിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം പ്രോസസ്സ് സെയിം ആണ്. സിമിലർലി നിങ്ങൾ അടുത്തൊരു പോയിന്റ് എടുക്കുക. ഞാനിവിടെ ഓരോ പോയിന്റ് എടുക്കുമ്പോൾ അതിനെ പല കളറിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന്. നമ്മൾ ആദ്യം റെഡ് എടുത്തു, പിന്നെ ബ്ലൂ എടുത്തു, ഇപ്പൊ എടുത്തേക്കുന്നത്
യെല്ലോ ആണ്. അപ്പൊ യെല്ലോ പോയിന്റിനെ നമ്മൾ ഇതേ രീതിയിൽ എ എന്ന് പറയുന്ന മാട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന വില എന്ന് പറയുന്നത് x1ന്റെ വില 0, y1ന്റെ വില -4. അപ്പോൾ നമ്മൾ ആ പോയിന്റിനെ ഇവിടെ അടയാളപ്പെടുത്തും. നമ്മൾ നാലാമതൊരു പോയിന്റ് എടുക്കുക. ഓക്കെ, ആ നാലാമത് എടുക്കുന്ന പോയിന്റ് ഒറിജിനൽ കോർഡിനേറ്റ്സിൽ, അതായത് ആദ്യത്തെ കോർഡിനേറ്റ്സിൽ എക്സിന്റെ വില -1, വൈന്റെ വില 0. അത് നമ്മളൊരു ഡോട്ട് ഇട്ടു. വീണ്ടും ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നിങ്ങൾക്ക് അതേ പോയിന്റ് പുതിയ കോർഡിനേറ്റ്സിൽ കിട്ടുന്നു. അതിന്റെ x1ന്റെ വില -3, y1ന്റെ വില 0. നിങ്ങൾ പോയിന്റ്സ് ഒക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക രണ്ട് ഗ്രാഫിലും. നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താണ്? ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് ഈ പർട്ടിക്കുലർ കോർഡിനേറ്റ്സിന്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ഇതൊരു സർക്കിൾ ആയിരുന്നു ഇനീഷ്യൽ കോർഡിനേറ്റിൽ. ഇതേ സർക്കിളിനെ തന്നെ നിങ്ങൾ സ്ലൈറ്റ്ലി ഇതിന്റെ എൻഡ് പോയിന്റ്സ് വെച്ചിട്ട് ഒന്ന് വലിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് റെഡും യെല്ലോയും പിടിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റ് രണ്ട് പോയിന്റ്സ് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും തമ്മിൽ പിടിച്ചൊന്ന് വലിക്കുകയാണെങ്കിൽ എന്ത് ഷേപ്പാണോ കിട്ടുന്നത് അതേ ഷേപ്പാണ് നിങ്ങൾക്ക് സെക്കൻഡ് കോർഡിനേറ്റിൽ കിട്ടുന്നത്. അല്ലെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ഈ സർക്കിളിനെ നിങ്ങൾ സ്ലൈറ്റ്ലി സ്ട്രെച്ച് ചെയ്യുക, രണ്ട് ഡയറക്ഷനിലും എക്സിലും വൈയിലും നിങ്ങൾ സ്ട്രെച്ച് ചെയ്തതാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ കോർഡിനേറ്റിൽ കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം. മെട്രിക്സ് എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അല്ലെ, നിങ്ങൾക്കൊരു ജോമെട്രിയെ, ഓക്കെ, ഒരു സ്പേസിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെട്രിക്സ് ഉപയോഗിക്കാം. എത്ര എമൗണ്ടിലാണ് സ്ട്രെച്ച് ചെയ്തത് നോക്കൂ. എക്സിൽ എത്ര എമൗണ്ടാണ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്? എക്സിൽ 3ലാണ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ 0,1 എന്ന് പറയുന്ന പോയിന്റിനെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ അത് 0,3 ആയിട്ടുണ്ട്. സിമിലർലി നെഗറ്റീവിലുള്ള പോയിന്റിന് നിങ്ങൾ 3 യൂണിറ്റ്സ് ആണ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്. വൈയിൽ എത്ര യൂണിറ്റ് ആണ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്? 4 യൂണിറ്റ് ആണ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ 3ഉം 4ഉം എവിടെ നിന്നാണ് വരുന്നത്? ഈ മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് എന്നാണ് വരുന്നത്. അപ്പൊ മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് മാത്രം ഉണ്ടെങ്കിൽ, ഓക്കെ, അതിന്റെ അർത്ഥം ആ മെട്രിക്സ് അതിനെ സ്ട്രെച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏത് അളവിലാണ് അത് സ്ട്രെച്ച് ചെയ്യുന്നത് എന്നുള്ളത് ആ മെട്രിക്സിന്റെ എൻട്രീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, മെട്രിക്സ് സ്ട്രെച്ച് ചെയ്യുന്നു, ജോമെട്രിയെ സ്പേസിനെ സ്ട്രെച്ച് ചെയ്യുന്നു. എങ്ങനെയാണ് അത് സ്ട്രെച്ച് ചെയ്യുന്നത്? അതിന്റെ ഡയഗണൽ എലിമെന്റ്സിലൂടെയാണ് അത് സ്ട്രെച്ച് ചെയ്യുന്നത്. ഓഫ് ഡയഗണൽ എലിമെന്റ്സ് ഇവിടെ 0 ആണ്. അതുകൊണ്ട് എന്താണോ ഡയഗണൽ എലിമെന്റ്സ് അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇനീഷ്യൽ കോർഡിനേറ്റിനെ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്പേസിനെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ്. എത്ര മാഗ്നിറ്റ്യൂഡിലാണ് അത് സ്ട്രെച്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എൻട്രിയുടെ വില തന്നെയാണ് അത് സ്ട്രെച്ച് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഓഫ് ഡയഗണൽ എലിമെന്റ്സും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിന് എന്ത് മാറ്റാണ് ഉണ്ടാവുക എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു അഡ്രസ് ദാറ്റ്. അപ്പൊ അടുത്തൊരു കേസ് വീണ്ടും എടുക്കുക. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പോയിന്റ്സ് ഒക്കെ ഇനീഷ്യൽ കോർഡിനേറ്റ്സിൽ, അതായത് നമ്മുടെ ആദ്യത്തെ XY കോർഡിനേറ്റ്സിൽ എടുക്കുന്നു. ഈ സമയത്ത് നമ്മൾ മെട്രിക്സ് ചെറുതായിട്ടൊന്ന് മാറ്റുന്നു. ഓക്കെ, ഇവിടെ 3, 0, പിന്നെ 0 അല്ല വന്നിരിക്കുന്നത്, അവിടെ നമ്മൾ 4 ഇട്ടു. ഇവിടെ നിങ്ങൾക്ക് കാണാം 5 ആക്കിയിട്ടുണ്ട്. ഇത്ര മാറ്റങ്ങളുണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ എക്സസൈസ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പുതിയൊരു കോർഡിനേറ്റ്സ് ഉണ്ട്. നിങ്ങളൊരു പുതിയൊരു കോർഡിനേറ്റ്സിൽ ഇതേ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ്, രണ്ട് കോർഡിനേറ്റിലും കിട്ടുന്ന പോയിന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു രണ്ട് കോർഡിനേറ്റിലും കിട്ടുന്ന വാല്യൂസ് ആണ്. XY എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ കോർഡിനേറ്റ്സിൽ എടുത്ത പോയിന്റ്സ്, പിന്നെ X1, Y1 എന്ന് പറയുന്നത് ഈ A എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന പോയിന്റ്സ്. ഓക്കെ, അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താ പ്രശ്നം? ഇവിടെ സ്ട്രെച്ച് ചെയ്യുക മാത്രമല്ല ചെയ്തേക്കുന്നത്, സ്ലൈറ്റ്ലി ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെ, അപ്പൊ നമുക്ക് പറയാം മെട്രിക്സ് സ്ക്വീസ് ആൻഡ് ഡിസ്റ്റോർട്ട് ദ ഷേപ്പ്. ഇനി നമുക്ക് വേറൊരു കേസ് എടുത്തു നോക്കാം, മൂന്നാമത്തെ കേസ്. അപ്പം ഈ നിങ്ങൾക്ക് നോക്കി അറിയാം A എന്ന് പറയുന്ന മെട്രിക്സിന്റെ മെയിൻ ഡയഗണൽസ് എല്ലാം 0 ആണ്. ഓക്കെ, നമ്മൾ ഓഫ് ഡയഗണൽ എലിമെന്റ്സിനെ നമ്മൾ 1, 1 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇനീഷ്യൽ സ്പേസിൽ, ഓക്കെ, ഇനീഷ്യൽ ജോമെട്രി എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു റെക്ടാങ്കുലർ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XYയിൽ നമുക്ക് പോയിന്റ്സ് എടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് -1, 3. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഈ റെഡ് ഡോട്ട് ഇട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമിലർലി ഓൾ ദ അതർ പോയിന്റ്സ് XY കോർഡിനേറ്റിൽ ഞാൻ ഇവിടെ പല കളറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സിമിലർലി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള X1, Y1 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതെങ്ങനെയാ കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ A എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ ഈ കോർഡിനേറ്റിലൊന്ന് നോക്കുക. ഈ പോയിന്റ് X1, Y എന്ന് പറയുന്ന പോയിന്റുകൾ നമ്മൾ ഈ കോർഡിനേറ്റിൽ അടയാളപ്പെടുത്തുമ്പോൾ
നിങ്ങൾക്ക് കാണാം ഈ ഒരു ജോമെട്രി അല്ലെ ഈ ഒരു റെക്ടാങ്കുലർ ജോമെട്രി അത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ കുത്തനെ നിന്ന നമ്മുടെ റെക്ടാങ്കുലർ ഷേപ്പ് ഇവിടെ എത്തുമ്പോഴേക്കും അത് കിടന്നുകൊണ്ടായിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി റൊട്ടേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു കൺക്ലൂഷനിലേക്ക് എത്താം. മാട്രിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെച്ച് ചെയ്യുക മാത്രമല്ല, മാട്രിക്സിന് റൊട്ടേറ്റ് ചെയ്യാനും കഴിവുണ്ട്. മെയിൻ ഡയഗണൽ എലിമെന്റ്സിൽ എൻട്രി ഉണ്ടെങ്കിൽ അത് സ്ട്രെച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഓഫ് ഡയഗണൽ എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കൂടുതലും റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചതൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങളൊരു മെട്രിക്സിന് ഒരു മെട്രിക്സിന് ഡയഗണൽ എലിമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു ജോമെട്രി, ഇനീഷ്യൽ ജോമെട്രിയെ ആ ഒരു സ്പേസിനെ സ്ട്രെച്ച് ചെയ്യുന്നതായിട്ടാണ്, അതിനെ സ്ട്രെച്ച് ചെയ്യാന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു ഡോഗിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു മെട്രിക്സ് ഓപ്പറേഷൻ ഇതിന്റെ മുകളിൽ നടത്തുവാണെങ്കിൽ ഈ ഇമേജിനെ സ്ട്രെച്ച് ചെയ്യാണ് ഈ മെട്രിക്സ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, മെട്രിക്സിൽ നിങ്ങൾക്ക് ഡയഗണൽ എൻറ്റിറ്റീസ് മാത്രമേ ഉള്ളൂ. മെയിൻ ഡയഗണൽ എലിമെന്റ്സ് 0 ആണെങ്കിൽ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ മെട്രിക്സ് എന്താണ് ചെയ്യുന്നത്? ഇനീഷ്യൽ ജോമെട്രി അല്ലെങ്കിൽ സ്പേസിനെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു റെഗുലർ മെട്രിക്സ് ഏതെടുക്കുകയാണെങ്കിലും ആ മെട്രിക്സ് ശരിക്കും സ്ട്രെച്ചും ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു വാക്ക് ഉപയോഗിക്കുക, ഇവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഇനീഷ്യൽ സ്പേസിനെ അല്ലെങ്കിൽ ജോമെട്രിയെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മെട്രിക്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ കണ്ടു എന്തിനാണ് മെട്രിക്സ് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഇപ്പൊ 2 ഉത്തരമുണ്ട്. ഒന്ന്, ലീനിയർ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2, മെട്രിക്സ് ഡസ് ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, ഈ ട്രാൻസ്ഫോം ചെയ്യാന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ ഇമേജ് ഇവിടെ കാണിച്ചു, സ്ട്രെച്ച് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിന്റെയൊക്കെ പിന്നിൽ മെട്രിക്സ് കാൽക്കുലേഷൻ ആണ്. ഇത് മാത്രമല്ല, നിങ്ങൾ ഗെയിമിംഗ് എടുത്തു, നമ്മൾ മേരിയോ കളിച്ചിട്ടുണ്ടാവും അല്ലെ. മേരിയോയിലെ ആ ഒരു ഏജന്റ്, പുള്ളിയുടെ ഹൈറ്റ് കൂടുന്നതും കുറയുന്നതും ആയിട്ട് നിങ്ങൾ പലപ്പോഴും കളിക്കുമ്പോൾ പല പോയിന്റ്സ് അനുസരിച്ച് നിങ്ങളുടെ ഇതിന്റെ ഹൈറ്റ് കൂടുന്നതും കുറയുന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ശരിക്കും സ്ട്രെച്ച് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. ലെങ്ത് കൂട്ടാൻ വേണ്ടി സ്ട്രെച്ച് ചെയ്യുന്നു, ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, ഒരുപാട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. ഇനി നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തുകൊണ്ടായിരിക്കാം ആ സിനിമയ്ക്ക് ആ പേര് നൽകിയത് അല്ലെ. എനിക്ക് തോന്നുന്നു ഈ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ഒരു വാക്ക് വളരെയധികം ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കാരണം ഒരു റിയൽ ലൈഫ് എന്ന് ഒരു വെർച്വൽ വേൾഡിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മാട്രിക്സ് എന്നുള്ള പേര് നൽകിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ദയവേദിട്ട് അത് കമന്റ് ബോക്സിൽ ഇടുക. ഈ രീതിയിലാണ് എനിക്ക് കൂടുതൽ അതൊരു ആ മെട്രിക്സ് എന്നുള്ള പേര് കൂടുതൽ ആപ്റ്റ് ആയിട്ട് ആ സിനിമയ്ക്ക് തോന്നിയത്. ഇനിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് ഡിറ്റർമിനന്റ് അല്ലെ. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ഡിറ്റർമിനന്റ് എന്താണെന്നുള്ളത്. അത് മനസ്സിലാക്കാനായിട്ട് ഇനീഷ്യലി നിങ്ങളൊരു കോർഡിനേറ്റ് സങ്കല്പിക്കുക, 2 പോയിന്റ്സും സങ്കല്പിക്കുക, 1 0 0 1. ഓക്കെ, അതിനെ ഞാൻ 2 കളറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത സെയിം ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, നിങ്ങൾക്കറിയാം ഇതിനെ സ്ട്രെച്ച് ചെയ്യാണ് ഈ മെട്രിക്സ് ചെയ്യുക, കാരണം എനിക്ക് ഡയഗണൽ എലിമെന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ എത്ര യൂണിറ്റ് ആണ് സ്ട്രെച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊടുത്ത മാഗ്നിറ്റ്യൂഡിനനുസരിച്ചായിരിക്കും സ്ട്രെച്ച് ചെയ്യുക. അപ്പൊ 1 0 എവിടേക്ക് വരുമ്പോൾ 3 0 ആവും. ഈ 0 1 ഇവിടെ 0 2 എന്നാണ് കൊടുക്കേണ്ടത്, അത് ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. വൈയിലാണ് ആ 2 യൂണിറ്റ്സ് ആക്ട് ആവുന്നത്. ഓക്കെ, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വെക്ടർ ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കവർ ചെയ്യുന്ന ഏരിയനെ ഞാൻ വേറൊരു കളറിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മെട്രിക്സിന്റെ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും കിട്ടുക? ബേസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആണ്, ഹൈറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. സോ നിങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് 6 ആണ്. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു അല്ലെ. ഡിറ്റർമിനന്റ് പറഞ്ഞാൽ AD മൈനസ് BC ആണ്. അപ്പൊ നിങ്ങൾ ഇതിനെ ABCD സങ്കല്പിച്ചിട്ട് AD മൈനസ് BC എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡിറ്റർമിനന്റ് 6 ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഒരു കോയിൻസിഡൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡിറ്റർമിനന്റ് എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കോർഡിനേറ്റിന്, ഒരു സ്പേസിനെ ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വെച്ചിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുക, അതിന്റെ ഏരിയ ആയിരിക്കും ഡിറ്റർമിനന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മാത്രം നമുക്കത് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുത്തു. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്?
ഒരു ഓഫ് ഡയഗണൽ എലിമെന്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഓഫ് ഡയഗണൽ എലിമെന്റ് ആഡ് ചെയ്യുമ്പോൾ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈവൻ ദോ അങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്താലും ഇതിന്റെ ഒരു ഷേപ്പ് പാരലോഗ്രാം ആയിരിക്കും. നിങ്ങൾ അതിന്റെ ഏരിയ നോക്കുകയാണെങ്കിൽ 6 തന്നെയായിരിക്കും വരിക. ഇവിടെ ഡിറ്റർമിനന്റ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 6 തന്നെയാണ് വരിക. കാരണം 3 × 2 മൈനസ് ബി ഇൻറ്റു സി, ഇത് 0 ആയത് കാരണം ആ ഒരു എൻറ്റിറ്റി കംപ്ലീറ്റ് 0 ആയിപ്പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏരിയ 6 ആണ് കിട്ടുക. അപ്പൊ നമ്മുടെ ലോജിക്കിനെ അത് കുറച്ചും കൂടി ദൃഢപ്പെടുത്തുന്നുണ്ട്. ഈ മൂന്നാമത്തെ ഒരു കേസ് നോക്കുക. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആണ് അല്ലെ. 4 × 1 മൈനസ് 2 × 2 ഇത് 0 ആണ് വരിക. ഇനി നമ്മൾ ഏരിയയുടെ ഭാഗം ഒന്ന് നോക്കാം അല്ലെ. നിങ്ങൾ 4, 2 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടായപ്പോഴത്തെ 2, 1 എന്ന് പറയുന്ന പോയിന്റും അതേ ലൈനിൽ തന്നെയാണ് വരിക. ഓക്കെ, ഞാൻ ഇച്ചിരി മാറ്റി കൊടുത്തിട്ടുണ്ട്, അത് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഒരു പോയിന്റും എക്സാക്ട്ലി അതിന്റെ മുകളിലാണ് വരിക. കാരണം 2, 1ന്റെ തന്നെ ഇരട്ടിയാണ് 4, 2 എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഏകദേശം നടുക്കായിട്ടാണ് ആ പോയിന്റ് വരിക. അതിനർത്ഥം എന്താണ്? നമ്മൾ കാണുന്ന വ്യൂവിൽ അതിനൊരു ഏരിയ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിറ്റർമിനന്റ് 0 ആണ്. അപ്പൊ എന്താണ് ഡിറ്റർമിനന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2D സ്പേസിൽ ഒക്കെ നമ്മൾ 2 ഡയമെൻഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഡയമെൻഷൻസിന്റെ കോൺസെപ്റ്റ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 കോർഡിനേറ്റ് ആണ് നമ്മൾ പറയുന്നത്, എക്സ് വൈ. അതുകൊണ്ടാണ് 2 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലായി. പിന്നെ അത് 3 ഡയമെൻഷൻ ആണെങ്കിലോ നിങ്ങൾക്ക് ഇനി എക്സ് വൈ സെഡ് കോർഡിനേറ്റ് ഉണ്ടെങ്കിലോ അപ്പൊ നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് അതിന്റെ വോളിയം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ്. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡിറ്റർമിനന്റ് 0 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ചെയ്യുന്നത്? ഈ ഒരു മെട്രിക്സ് ഓപ്പറേഷനിലെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ ഒരു സ്പേസിനെ ഓൾമോസ്റ്റ് 0 ഏരിയയിലേക്ക് കൊണ്ടുവരികയാണ് ആ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ചെയ്യുന്നത്. ഇത്ര മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഡിറ്റർമിനന്റ് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്? നമ്മൾ പോസിറ്റീവ് കണ്ടു, 0 കണ്ടു, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ മീനിങ്? ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സ്വയം അതിന്റെ ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ടെത്തിയ ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ ഇടുന്നു വിചാരിക്കുന്നു. പിന്നെ അതുപോലെ നമ്മൾ കണ്ടു ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. അപ്പൊ അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് AX = B എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇതിനു മുന്നേ കണ്ടത് അല്ലെ. ഇതില് എക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു -1 -2 ആണ് എക്സിന്റെ വാല്യൂ. അപ്പൊ ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെക്ടർ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒറിജിന് ഈ ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ച് അതിനൊരു ഏരോ മാർക്ക് ഇട്ടതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. സിമിലർലി ബീനെ നമുക്ക് അതുപോലെ റെപ്രസെന്റ് ചെയ്യാം. -5 -8 ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ എക്സ് എങ്ങനെയാണോ നമ്മൾ വരച്ചത് അതുപോലെ തന്നെ ബീനെ നമുക്ക് മറ്റൊരു വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഏതൊരു മെട്രിക്സും അതിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യാനാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്ന വെക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യാനാണ് ഈ എ മെട്രിക്സ് ഉപകരിക്കുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് എന്ന വെക്ടറിനെ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ട്രാൻസ്ഫോം ചെയ്ത് ബി എന്ന് പറയുന്ന വെക്ടർ ആയിട്ട് മാറുന്നു. ഓക്കെ, എക്സ് എന്ന വെക്ടറിനെ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ട്രാൻസ്ഫോം ചെയ്ത് ബി ആവുന്ന എന്നതാണ് AX = B എന്നുള്ള ഇക്വേഷൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. ഇനി A ഇൻവേഴ്സ് എന്തായിരിക്കും? ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ അതിന്റെ ഇനീഷ്യൽ ഫോമായ എക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സ് ആണ് A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏതൊരു മെട്രിക്സിനെ കൊണ്ടും നമ്മളൊരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്പേസിൽ ട്രാൻസ്ഫോം ആവുന്നുണ്ട്. ആ ട്രാൻസ്ഫോം ആയി കിട്ടുന്ന വെക്ടറിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആദ്യം ട്രാൻസ്ഫോം ചെയ്ത മെട്രിക്സ് ഏതാണോ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ A × A ഇൻവേഴ്സ് എന്തായിരിക്കും? ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. പ്രത്യേകിച്ച് ട്രാൻസ്ഫോർമേഷൻ ഒന്നും അത് കൊണ്ടുവരുന്നില്ല അല്ലെ. നിങ്ങളൊരു ഏതൊരു മെട്രിക്സിനെ എടുത്തിട്ട് അതിന്റെ ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ട്രാൻസ്ഫോർമേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. അത് എക്സ് ആയിട്ട് തന്നെ തുടരും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ എയും A ഇൻവേഴ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു വിധ ട്രാൻസ്ഫോർമേഷൻ ഈ സ്പേസിൽ സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നു. ഇതിന്റെ 2 സൈഡിലും നമ്മൾ A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരേ ഇക്വേഷനിൽ തന്നെ 2 സൈഡിലും ഒരേ ആന്റിറ്റി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെട്ടി പോകുന്നത് കാരണം നമുക്ക് അത് ഇക്വേഷനിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അത് ട്രാൻസ്ഫോർമേഷൻ ഒന്നും നടത്താത്തൊരു മെട്രിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന മൊത്തം ശരിക്കും എന്താണ്? എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് X = A ഇൻവേഴ്സ് B എന്നുള്ള ഇക്വേഷൻ കിട്ടും.
അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ചെയ്യുന്നത്? അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊരു കോർഡിനേറ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസ് ഒരുപാടാണ്. ഗെയിമിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു. റോബോട്ടിക്സിൽ മെട്രിക്സിന്റെ ഒരു കളി തന്നെയാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്, ജക്കോബിയൻ മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. എല്ലാം സ്പേഷ്യൽ കോർഡിനേറ്റ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ എല്ലാ കാര്യങ്ങളും, റോബോട്ടിക്സിന്റെ മോഷൻ ആയിക്കോട്ടെ, അതിന്റെ വെലോസിറ്റി ആയിക്കോട്ടെ, എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെട്രിക്സ് വെച്ചിട്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മെഷീൻ ലേണിംഗിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ബേസ് ആണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സെഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പുതിയൊരു അറിവ് ഈ സെഷനിലൂടെ കിട്ടിയെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള തോട്ട്സ്, ഐഡിയാസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. സെഷൻ വളരെ ഇന്ററാക്റ്റീവ് ആവുക, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോലെ ഒരാൾക്ക് ഇത്തരം വീഡിയോസ് ചെയ്യാനും കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടും. കാരണം നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ആ ഒരു അളവ്, ആ ഒരു തോത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഏത് രീതിയിൽ ഇനി മുന്നോട്ട് ലെക്ചേഴ്സ് കൊണ്ടുപോകണം എന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ഇത് ഉപകാരപ്പെടുന്ന ആർക്കാണോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുക തോന്നുന്ന അത്തരം ആൾക്കാരിലേക്ക് എത്തിക്കാനും കൂടി ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഹാവ് എ ഗ്രേറ്റ് ഡേ. എൻജോയ് ലേണിംഗ്.